നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമിയിലെ പുതിയ സീസണിൽ മെസ്സിയെ വേറിട്ടൊരു ഗെറ്റപ്പിലാണ് നമ്മൾ കാണുന്നത്. പഴയ പോലെ മുടി നീട്ടി വളർത്തിയ മെസ്സി ഇങ്ങനെ തന്നെ അടുത്ത വേൾഡ് കപ്പ് വരെ പോകണം എന്നൊക്കെ ആരാധകർ കമൻ്റ് ഇടുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരെ കാണാം. മെസ്സിയുടെ അപ്പിയറൻസ് പോലും ആരാധകർ ശ്രദ്ധിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് പുറകിലുള്ള കാര്യം? അത് റോഡ്രിഗോ ഡി പോൾ, ലിയോ മെസ്സിയുടെ അടുത്ത സുഹൃത്ത് വെളിപ്പെടുത്തുകയാണ്. അർജന്റീൻ മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോഡ്രിഗോ ഡി പോൾ പറയുന്നു, മെസ്സി അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം മുടി വളരാൻ അനുവദിക്കുന്നു, മുടി നീട്ടി വളർത്തുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പക്ഷെ സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, തൻ്റെ ആ ഒരു രൂപഭംഗിയൊക്കെ മെസ്സി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ മെസ്സി അത് സമ്മതിച്ചു തരില്ല. അത് അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെയാണ്. പക്ഷേ അതിന് പുറകിൽ ഞാനുണ്ട്, ഞാനാണ് അതിൻ്റെ കാരണക്കാരൻ. മാർച്ചിൽ തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ബ്രേക്കിന് സമയമാകുമ്പോഴേക്കും മെസ്സിയുടെ മുടിയുടെ ലെങ്ത്തൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ടാകും. ഞാനപ്പം മുടി പിടിച്ച് വലിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് റോഡ്രിഗോ ഡിബോൾ ചിരിക്കുന്നത്. എന്നിട്ട് ഡിബോൾ പറയുകയാണ്, ഒരു കാര്യം കൂടി പറയുന്നു, കോപ്പ അമേരിക്കയുടെ സമയത്ത് ഞാൻ എപ്പോഴും മെസ്സിയുടെ റൂമിൽ പോകുമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഡ്രിങ്ക് മേറ്റ്സ് ആയിട്ട് അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയും, നോക്ക് നിൻ്റെ മുടി നോക്ക്, ഹൗ പഫി ഇറ്റ് ഈസ്, ഷേവ് ഇറ്റ്, അത് നിനക്ക് കൂടുതൽ ബെറ്റർ ആവും എന്ന് എന്നോട് പറയുമായിരുന്നു. സോ അതെൻ്റെ മനസ്സിൽ വല്ലാതെ ഇങ്ങനെ തറച്ചു നിന്നു. ഫൈനലിന് ഞാൻ എൻ്റെ മുടിയെല്ലാം കളഞ്ഞിട്ടാണ് എത്തിയത്. പിന്നീട് എനിക്കതിൽ വലിയ ഖേദമാണ് ഉണ്ടായത് എന്ന് ചിരിച്ചുകൊണ്ട് റോഡ്രിഗോ ഡി പോൾ പറയുന്നു. ഏതായാലും ലിയോ മെസ്സിയുടെ പുതിയ രൂപം അത് ആരാധകർക്ക് വല്ലാതെ പിടിച്ചു പട്ടാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.